കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങളുള്ള ജില്ലയാണ് മലപ്പുറം ജില്ല. അതാണ് 41 ലക്ഷം ജനങ്ങൾ അധിവസിക്കുന്ന മലപ്പുറം ജില്ലയിൽ 2011 ശേഷം 16 നിയോജക മണ്ഡലങ്ങളാണ് ഉള്ളത്. 2011 മുമ്പ് അത് 12 മണ്ഡലങ്ങളായിരുന്നു. ഡീലിമിറ്റേഷൻ പ്രക്രിയയിൽ കൂടിയാണ് 16 മണ്ഡലങ്ങളായി മാറുന്നത്. ഈ 16 മണ്ഡലങ്ങളിൽ ബഹുഭൂരിപക്ഷം മണ്ഡലങ്ങളും മുസ്ലിം ലീഗിന്, അതുകൊണ്ട് തന്നെ ഐക്യജനാധിപത്യ മുന്നണിക്ക് ഏറ്റവും അനുകൂലമാകുന്ന മണ്ഡലങ്ങളാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ സീറ്റുകൾ UDFന് നൽകുന്ന ഒരു ജില്ല കൂടിയാണ് മലപ്പുറം. അതിലെ കൊണ്ടോട്ടി, ഏറനാട്, മഞ്ചേരി, പെരിന്തൽമണ്ണ, മങ്കട, മലപ്പുറം, വേങ്ങര, വള്ളിക്കുന്ന്, തിരൂരങ്ങാടി, തിരൂർ, കോട്ടക്കൽ ഈ മണ്ഡലങ്ങളാണ് ഇന്ന് 2021 തെരഞ്ഞെടുപ്പിൽ UDFൻ്റെ കൈവശമുള്ളത്. ലീഗിൻ്റെ കൈവശം അതിൽ വണ്ടൂരാണ് കോൺഗ്രസ് ജയിച്ച മണ്ഡലം. നിലമ്പൂർ നേരത്തെ 2021 തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ ലെഫ്റ്റ് ജയിച്ചായിരുന്നു. പക്ഷേ PV അൻവർ ലെഫ്റ്റ് ഇടതുപക്ഷത്തു നിന്ന് രാജിവെക്കുകയും MLA സ്ഥാനം രാജിവെക്കുകയും ഒരു ബൈ ഇലക്ഷൻ വീണ്ടും വരികയും ചെയ്തപ്പോൾ അവിടെ നിലമ്പൂർ കോൺഗ്രസ് ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ചു വരികയാണ് ഉണ്ടായത്. മറ്റൊരു ഇടതുപക്ഷം ജയിച്ച മണ്ഡലം തവനൂരാണ്, പൊന്നാനിയാണ്. ഇപ്പോൾ നിലവിലുള്ള ഒരു സിറ്റുവേഷനിൽ 2021 അസംബ്ലി ഇലക്ഷൻ ശേഷം മലപ്പുറത്തിലെ 16 മണ്ഡലങ്ങളിൽ 3 മണ്ഡലങ്ങൾ ലെഫ്റ്റിനും 13 മണ്ഡലങ്ങൾ UDFനുമാണുള്ളത്. ഈ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ ഓരോ മണ്ഡലങ്ങളെയും വിലയിരുത്തുമ്പോൾ ആദ്യം കൊണ്ടോട്ടി എടുത്തു കഴിഞ്ഞാൽ 1957 മുതൽ രൂപീകൃതമായിട്ടുള്ള മണ്ഡലമാണ് കൊണ്ടോട്ടി. ഈ കൊണ്ടോട്ടിയിൽ അവിടെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾ മാത്രമേ വിജയിച്ചിട്ടുള്ളൂ. വളരെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ആദ്യകാലങ്ങളിൽ ജയിച്ചത് CH മുഹമ്മദ് കോയ, ഉമ്മർ ബാഫക്കി തങ്ങൾ, APM അഹമ്മദ് കുരിക്കൾ, P സീതി ഹാജി, KK അബു, PKK ബാവ, ഇവരൊക്കെ ഈ കൊണ്ടോട്ടി മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു വന്നവരാണ്. അവസാനം 2021 തെരഞ്ഞെടുപ്പിൽ TV ഇബ്രാഹിമാണ് അവിടെ ജനപ്രതിയായത്. TV ഇബ്രാഹിം LDFിലെ സുലൈമാൻ ഹാജിയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഏതാണ്ട് 17,000-ഓളം വരുന്ന വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് അവിടുന്ന് ജയിക്കുന്നത്. 2026 തെരഞ്ഞെടുപ്പിൽ അവിടെ പുതിയ സ്ഥാനാർത്ഥിയെയാണ് മുസ്ലിം ലീഗ് രംഗത്തിറക്കിക്കുന്നത്, TP അഷ്റഫ് അലിയെ. TP അഷ്റഫ് അലി LDFിൻ്റെ സ്ഥാനാർത്ഥി PP ജിജിയുമായിട്ടാണ് അവിടെ ഏറ്റുമുട്ടുന്നത്. കൊണ്ടോട്ടി മണ്ഡലത്തിൻ്റെ നേരത്തെയുള്ള രാഷ്ട്രീയ പശ്ചാത്തലം പരിശോധിച്ച് കഴിഞ്ഞാൽ മുസ്ലിം ലീഗിന് വലിയ അടിത്തറയുള്ള മണ്ഡലം, നല്ല ഭൂരിപക്ഷത്തോട് ജയിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലം. അവിടെ 2026 തെരഞ്ഞെടുപ്പിൽ അത്ഭുതങ്ങളൊന്നും സംഭവിക്കാൻ സാധ്യത ഒട്ടുമേ ഇല്ലാത്ത മണ്ഡലമാണ്. മറ്റൊരു മണ്ഡലം ഏറനാടാണ്. ഏറനാട് മണ്ഡലം 2008 ഡീലിമിറ്റേഷന് ശേഷം 2011 മുതൽ രൂപീകരിക്കപ്പെട്ട മണ്ഡലമാണ്. അവിടെ 3 തെരഞ്ഞെടുപ്പിൽ 2011, 16, 21 തെരഞ്ഞെടുപ്പിൽ PK ബഷീറാണ് ജയിച്ചു വന്ന മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി, UDFിലെ സ്ഥാനാർത്ഥി PK ബഷീർ. PK ബഷീറിന് 22,546 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടു കൂടിയാണ് 2021 തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഏറനാട് മണ്ഡലത്തിൽ സ്വാഭാവികമായും മറ്റൊരു മത്സരം, അതായത് തെരഞ്ഞെടുപ്പ് ഫലം ഏറനാട് മണ്ഡലത്തിൽ നിന്ന് പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. മുസ്ലിം ലീഗിൻ്റെ PK ബഷീർ തന്നെയാണ് UDFിൻ്റെ സ്ഥാനാർത്ഥിയായി രംഗത്തുള്ളത്. നിലമ്പൂർ ഒരു മണ്ഡലം, നിലമ്പൂർ. ഈ നിലമ്പൂർ മണ്ഡലത്തിനാണ് മലപ്പുറത്തിൻ്റെ സാധാരണഗതിയിലുള്ള രാഷ്ട്രീയ സ്വഭാവത്തിൽ നിന്ന് അല്പമെങ്കിലും വ്യത്യാസമുള്ള ഒരു സ്വഭാവം നിലമ്പൂരിനാണ് ഉള്ളത്. 2 മുന്നണികളും പല ഘട്ടങ്ങളായിട്ട് വിജയിച്ചിട്ടുണ്ടായിരുന്നു. 1965 മണ്ഡലം രൂപീകരിക്കപ്പെട്ടത്. ആദ്യത്തെ തെരഞ്ഞെടുപ്പ് 1967 നടന്നപ്പോൾ K കുഞ്ഞാലിയാണ് അവിടുന്ന്, CPM സ്ഥാനാർത്ഥിയായ കുഞ്ഞാലിയാണ് അവിടുന്ന് വിജയിച്ചത്. കുഞ്ഞാലി ജനപ്രതിനിധിയായി ഇരിക്കുന്ന സമയത്താണ് കൊല്ലപ്പെടുക. അതിനുശേഷം 1970 തെരഞ്ഞെടുപ്പിൽ MP ഗംഗാധരൻ, കോൺഗ്രസിൻ്റെ MP ഗംഗാധരൻ ജയിക്കുന്നു. ആര്യാടൻ മുഹമ്മദാണ് അവിടുന്ന് 1977 മുതൽ 2011 വരെ അവിടുന്ന് വിജയിക്കുന്നത്. 2016 അൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട്, ഇടതുപക്ഷത്തിന് സ്വതന്ത്രനായിട്ട് 2016 രംഗത്ത് വരികയാണ്. ആര്യാടൻ ഷൗക്കത്തിനെ പരാജയപ്പെടുത്തുകയാണ്. 2021 PV അൻവർ തന്നെ അവിടുന്ന് VV പ്രകാശിനെ പരാജയപ്പെടുത്തി നിയമസഭയിലേക്ക് എത്തുകയാണ്. 2021 PV അൻവറിന് ഇടതുപക്ഷത്തിന് ജയിച്ചതിന് ശേഷം കുറച്ച് നാൾക്ക് ശേഷമാണ് ഇടതുപക്ഷമായിട്ട് തെറ്റുകയും നിയമസഭാ അംഗത്വം രാജിവെക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ബൈ ഇലക്ഷൻ ഉണ്ടാവുകയും ആ ബൈ ഇലക്ഷനിൽ ആര്യാടൻ ഷൗക്കത്ത് മത്സരരംഗത്ത് വരികയും ഷൗക്കത്ത് CPMലെ M സ്വരാജിനെ
പരാജയപ്പെടുത്തിക്കൊണ്ട് MLA ആവുന്നത്. ഏതാണ്ട് 19,760 വോട്ടിനാണ് ആര്യാടൻ ഷൗക്കത്ത് 2025 ബൈ ഇലക്ഷനിൽ വിജയിച്ചത്. 26 തെരഞ്ഞെടുപ്പിൽ വരുമ്പോൾ അവിടെ ആര്യാടൻ ഷൗക്കത്ത് തന്നെ UDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ട്, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി രംഗത്തുണ്ട്. LDF അവിടെ ഒരു സ്വതന്ത്രനായിട്ട് ഷറഫ് അലിയെ രംഗത്ത് ഇറക്കുകയാണ്. അങ്ങനെ 2026 തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൻ്റെ ഒരു സ്വഭാവം കോൺഗ്രസ് ആഭിമുഖ്യമുള്ള മണ്ഡലം, എന്നാൽ ഇടതുപക്ഷത്തിന് പിടിച്ചെടുക്കാൻ പറ്റുന്ന മണ്ഡലം എന്നുള്ള രൂപത്തിലാണ് നിലമ്പൂരിനെ കാണുന്നത്. അത് എത്രമാത്രം ഇടതുപക്ഷത്തിന് അനുകൂലമായി മാറുമെന്നും എത്രമാത്രം ശക്തമായിട്ട് ആര്യാടൻ ഷൗക്കത്ത് മുന്നോട്ട് പോകുക എന്നുള്ളത് നമ്മൾ നോക്കിക്കാണേണ്ടതാണ്. മറ്റൊരു മണ്ഡലം വണ്ടൂരാണ്. വണ്ടൂർ പട്ടികജാതി സംവരണമാണ്. ഇവിടെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ജയിച്ചു വന്നിട്ടുള്ളത്. മലപ്പുറം ജില്ലയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ജയിച്ചു വരുന്ന മണ്ഡലമാണ് വണ്ടൂർ. അത് പഴയകാല നേതാക്കന്മാർ വെള്ള ഈശ്വരൻ, MA കുട്ടപ്പൻ, പന്തള സുധാകരൻ ഇവരൊക്കെ ജയിച്ചത് വണ്ടൂരിൽ നിന്നാണ്. വണ്ടൂരിൽ ആകെ ഒരു പ്രാവശ്യമാണ് CPM ജയിച്ചത്. 1996 N കണ്ണനാണ് വിജയിക്കുന്നത്. അതിനുശേഷം പിന്നീട് 2021 എത്തിക്കഴിഞ്ഞാൽ അത് AP അനിൽകുമാർ അവിടുന്ന് വിജയിക്കുകയാണ്. AP അനിൽകുമാർ ഏതാണ്ട് 15,560 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് AP അനിൽകുമാർ 2021 കോൺഗ്രസ് സ്ഥാനാർത്ഥിയിൽ അവിടുന്ന് വിജയിക്കുന്നത്. 2026 തെരഞ്ഞെടുപ്പിൽ AP അനിൽകുമാർ തന്നെയാണ് UDF സ്ഥാനാർത്ഥി രംഗത്തുള്ളത്. CPMൻ്റെ പൊതുമുഖമായിട്ട് KK ദാമോദരൻ അവിടെ മത്സരിക്കുന്നു. വണ്ടൂർ നേരത്തെ പറഞ്ഞ 1996 N കണ്ണൻ വിജയിച്ചുള്ള ഒരു രാഷ്ട്രീയ പാരമ്പര്യം മാത്രമാണ് ഇടതുപക്ഷത്തിനുള്ളത്. അതുപോലെ ഒരു അട്ടിമറി 2026 നേടാൻ കഴിയുമോ എന്നാണ് അവർ ശ്രമിക്കുന്നത്. പക്ഷേ ഐക്യജനാധിപത്യ മുന്നണി വളരെ ശുഭാപ്തി വിശ്വാസത്തോടുകൂടി കാണുന്ന ഒരു മണ്ഡലത്തിൻ്റെ കൂട്ടത്തിലാണ് വണ്ടൂർ. പിന്നീടുള്ള മഞ്ചേരിയാണ് 1957. ഈ മഞ്ചേരിയിൽ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് ദ്വയാംഗ മണ്ഡലമായിരുന്നു 1957 60. ആ സമയത്ത് ജയിച്ച PP ഉമ്മർ കോയ മഞ്ചേരിയിൽ നിന്ന് ജയിച്ച കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാണ്. 1960 PP ഉമ്മർ കോയ അവിടെ നിന്ന് വിജയിച്ചപ്പോഴാണ് 2ാം മന്ത്രിസഭയിൽ അദ്ദേഹം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായി മാറുന്നത്. പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പുകളെല്ലാം മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളാണ് അവിടുന്ന് ജയിച്ചത്. അത് മുസ്ലിം ലീഗിൻ്റെ മാത്രം ജയം ലഭിക്കുന്ന ഒരു മണ്ഡലമാണ് മഞ്ചേരി. CH മുഹമ്മദ് കോയ അവസാനമായിട്ട് വിജയിച്ചത് മഞ്ചേരിയിൽ നിന്നാണ്. 1982 K കരുണാകരൻ മന്ത്രിസഭയിൽ ഉപമുഖ്യമന്ത്രിയായിരിക്കുന്ന CH മുഹമ്മദ് കോയ വിജയിച്ചത് മഞ്ചേരിയിൽ നിന്നാണ്. ആ സമയത്താണ് അദ്ദേഹം മരണപ്പെടുന്നത്. മഞ്ചേരിയിൽ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും മറ്റൊരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു മാറ്റങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. മുസ്ലിം ലീഗിൻ്റെ അടിസ്ഥാനപരമായി മുസ്ലിം ലീഗിൻ്റെ വളരെ സ്വാധീനമുള്ളൊരു മണ്ഡലമാണ്. 2026 ഇലക്ഷനിൽ റഹ്മത്തുള്ളിയാണ് മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് രംഗത്തുള്ളത്. M മുസ്തഫ LDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ടും രംഗത്തുണ്ട്. പെരിന്തൽമണ്ണ മണ്ഡലത്തിനാണ് മലപ്പുറം ജില്ലയിൽ ചെറിയൊരു രാഷ്ട്രീയപരമായിട്ടൊരു രണ്ട് മുന്നണിക്കും സ്വാധീനമുണ്ട് എന്നും വിജയസാധ്യതയുള്ള ഒരു മണ്ഡലമായിട്ട് പരിഗണിക്കാൻ കഴിയുക. വിവിധ ഘട്ടങ്ങളിൽ UDFും LDFും അവിടെ വിജയിച്ചിട്ടുമുണ്ട്. ശശികുമാർ 2006 വിജയിച്ചിട്ടുണ്ട്. പാലോളി മുഹമ്മദ് കുട്ടി അവിടുന്ന് 1967 പാലോളി മുഹമ്മദ് കുട്ടി വിജയിച്ചിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം മണ്ഡലത്തിൻ്റെ പ്രദേശങ്ങളിൽ വ്യത്യാസം വന്നിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ പെരിന്തൽമണ്ണയിൽ ഐക്യജനാധിപത്യ മുന്നണി മഞ്ഞളാംകുഴി അലി അവിടുന്ന് വിജയിച്ചിട്ടുണ്ട്. നാലകത്ത് സൂപ്പി വിജയിച്ചിട്ടുണ്ട്. 2021 എത്തുമ്പോൾ അവിടെ കാണേണ്ട ചിത്രം എന്ന് പറയുന്നത് അവിടുത്തെ തെരഞ്ഞെടുപ്പിൽ അന്ന് നജീബ് കാന്തപുരം KPM മുസ്തഫയെ LDFന് KPM മുസ്തഫയെ വളരെ നെക്ക് ആൻഡ് നെക്ക് ഫൈറ്റിൽ കൂടി 38 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് പരാജയപ്പെടുത്തിയത്. നജീബ് കാന്തപുരമാണ് അന്നത്തെ കേരള നിയമസഭയിൽ 2021 നിയമസഭയിൽ ഏറ്റവും ചെറിയ ഭൂരിപക്ഷത്തോട് വിജയിച്ച നിയമസഭാ സാമാജികൻ. ആ നജീബ് കാന്തപുരം തന്നെയാണ് ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് രംഗത്ത് വന്നിട്ടുള്ളത്. അവിടെ CPMൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത് VP മുഹമ്മദ് ഹനീഫയാണ്. VP മുഹമ്മദ് ഹനീഫ മണ്ഡലത്തിൽ വളരെ സ്വാധീനമുള്ള പുലാമന്തോൾ സ്വദേശിയായിട്ടുള്ള VP മുഹമ്മദ് ഹനീഫ വളരെ സ്വാധീനമുള്ള ഒരു വ്യക്തിയാണ്. ഒരുപക്ഷെ ഒരു അട്ടിമറി നേരത്തെ ഈ പറഞ്ഞ പോലെ ശശികുമാറിലെ കൂടിയൊക്കെ നേടിയ പോലെ പെരിന്തൽമണ്ണയിൽ ഒരു വിജയം LDF പ്രതീക്ഷിക്കുന്ന ഒരു മണ്ഡലമാണ് പെരിന്തൽമണ്ണ. അതുമാത്രമല്ല, കഴിഞ്ഞ പ്രാവശ്യം നജീബ് കാന്തപുരത്തിന് ലഭിച്ച വോട്ടിൻ്റെ വ്യത്യാസം എന്നതൊന്നും കേവലം 38 വോട്ടാണ് എന്നുള്ള ഒരു അപ്പർ ഹാൻഡും ഇടതുപക്ഷത്തിനുള്ളതുകൊണ്ട് ഒരുപക്ഷെ ഏറ്റവും ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന മലപ്പുറം ജില്ലയിലെ ഒരു മണ്ഡലത്തിൻ്റെ കൂട്ടത്തിൽ പെരിന്തൽമണ്ണ ഉൾപ്പെടുത്താൻ പറ്റും. അവിടുത്തെ റിസൾട്ട് അവിടുത്തെ തെരഞ്ഞെടുപ്പ് ഫലം എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മൾ അത്ഭുതങ്ങൾ സംഭവിക്കാവുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമാകാൻ സാധ്യതയുണ്ട്.
മങ്കട 1957 മുതലുള്ള മങ്കട മുസ്ലിം ലീഗാണ് അവിടെ മിക്ക തെരഞ്ഞെടുപ്പുകളിലും വിജയിച്ചത്. അവിടെ ഇടത് പിന്തുണയോടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് 2001-ലും 2006-ലും വിജയിച്ച മഞ്ഞളാംകുഴി അലിയാണ് പിന്നീട് ലീഗിലേക്ക് വരികയും ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് 2026-ലും മത്സരിക്കുന്നത്. 2026-ലും മഞ്ഞളാംകുഴി അലി അവിടെ മത്സരിക്കുന്ന സമയത്ത് പ്രാദേശികമായിട്ട് പല എതിർപ്പുകളും ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. അതാണ് മങ്കടയിൽ രാഷ്ട്രീയ പ്രാധാന്യം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ലീഗിൻ്റെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മണ്ഡലമായിട്ട് മങ്കടയെ കാണാം. മഞ്ഞളാംകുഴി അലി തന്നെയാണ് അവിടുത്തെ UDFൻ്റെ ലീഗിൻ്റെ സ്ഥാനാർത്ഥി. പക്ഷേ മഞ്ഞളാംകുഴി അലിക്ക് അവിടെ പ്രാദേശികമായിട്ടുള്ള ചില എതിർപ്പുകൾ അവിടെ വന്ന സ്ഥിതിക്ക് ഒരുപക്ഷെ അവിടെ LDFന് ഒരു നല്ലൊരു ഫൈറ്റ് കാഴ്ചവെക്കാൻ പറ്റുമോ എന്നുള്ള ആലോചനയാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് LDF നേരത്തെ പ്രഖ്യാപിച്ച ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ മാറ്റി മുസ്ലിം ലീഗിൻ്റെ ഒരു വിമതൻ അവിടെ രംഗത്ത് വന്നപ്പോൾ വിമതനെ പിന്തുണക്കാൻ വേണ്ടി തയ്യാറായിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എങ്കിലും മങ്കട എന്ന് പറയുന്നത് വളരെ അടിസ്ഥാനപരമായി മുസ്ലിം ലീഗിൻ്റെ അപ്പർ ഹാൻഡുള്ള ഒരു മണ്ഡലമാണ്. തെരഞ്ഞെടുപ്പിൽ അത്ഭുതങ്ങളൊന്നും സംഭവിക്കാൻ സാധ്യതയില്ലാത്തൊരു മണ്ഡലമാണ്. പക്ഷേ ഈ വ്യക്തിപരമായ മഞ്ഞളാംകുഴി അലിയുമായി ബന്ധപ്പെട്ടുള്ള ചില വ്യക്തിപരമായിട്ടുള്ള പ്രാദേശിക പ്രശ്നങ്ങൾ വോട്ടാക്കി മാറ്റിക്കൊണ്ട് LDFന് ഒരു എഡ്ജ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ലെഫ്റ്റ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മലപ്പുറം മുസ്ലിം ലീഗ് മാത്രം ജയിച്ച മണ്ഡലമാണ്. 1957-ലാണ് മണ്ഡലം രൂപീകരിച്ചത്. അതിനുശേഷമുള്ള എല്ലാ തെരഞ്ഞെടുപ്പിലും ജയിച്ചു വന്നത് മുസ്ലിം ലീഗാണ്. പ്രമുഖരായ നേതാക്കന്മാർ അവിടുന്ന് ജയിച്ചിട്ടുണ്ട്. CH മുഹമ്മദ് കോയ, ചാക്കിരി അഹമ്മദ് കുട്ടി, UA ബീരാൻ, VK കുഞ്ഞാലിക്കുട്ടി, യൂനസ് കുഞ്ഞ്, MK മുനീർ, M ഉമ്മർ, P ഉബൈദുള്ള എല്ലാം ഇവിടുന്ന് ജയിച്ചു വന്ന മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരാണ്. 2021-ൽ മുസ്ലിം ലീഗിൻ്റെ ഉബൈദുള്ളയാണ് അവിടുന്ന് ജനപ്രതിനിധിയായത്. 35,000-ഓളം വരുന്ന വോട്ടിനാണ് ഉബൈദുള്ള അവിടെ വിജയിച്ചത്. 2026-ൽ അവിടുത്തെ മത്സരത്തിന് പ്രാധാന്യം ഉണ്ടാകുന്നത് കുഞ്ഞാലിക്കുട്ടി അവിടെ മത്സരിക്കാൻ രംഗത്ത് വരുന്നു. മുസ്ലിം ലീഗിൻ്റെ നേതാവ് PK കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്തെ മത്സര രംഗത്തെത്തുന്നു. LDFൻ്റെ T മുജീബാണ് അവിടെ മത്സരിക്കാൻ LDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ളത്. മലപ്പുറത്തുനിന്ന് മറ്റൊരു വാർത്ത, മുസ്ലിം ലീഗ് എതിരായിട്ടുള്ള ഒരു വാർത്ത ഉണ്ടാകാൻ സാധ്യത വളരെ കുറഞ്ഞ ഒരു മണ്ഡലമാണ്. കാരണം മലപ്പുറം മണ്ഡലം അങ്ങനെയാണ്. വേങ്ങരയാണ് അടുത്ത മണ്ഡലം. വേങ്ങരയും ഇതേപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ വളരെ സ്വാധീനമുള്ള പ്രദേശമാണ്. വേങ്ങര രൂപീകരിച്ചത് 2011 മുതലാണ്. കാരണം ഡീലിമിറ്റേഷന് ശേഷമാണ് വേങ്ങര മണ്ഡലം രൂപീകരിക്കപ്പെട്ടത്. 2011 ശേഷമുള്ള എല്ലാ തെരഞ്ഞെടുപ്പിലും വലിയ ഭൂരിപക്ഷത്തിലാണ് മുസ്ലിം ലീഗ് ജയിക്കുന്നത്. 2011-ലും 2016-ലും ജയിച്ചത് PK കുഞ്ഞാലിക്കുട്ടിയാണ്. ലോക്സഭാ അംഗമായതിനു ശേഷം 2019 ലോക്സഭാ അംഗമായ ശേഷം PK കുഞ്ഞാലിക്കുട്ടി രാജിവെച്ചയിലേക്ക് അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ KNA ഖാദറാണ്, മുസ്ലിം ലീഗിൻ്റെ KNA ഖാദറാണ് അവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത്. 2021 വീണ്ടും നിയമസഭാ മത്സരത്തിലേക്ക് കുഞ്ഞാലിക്കുട്ടി വന്നപ്പോൾ വേങ്ങരയിലാണ് മത്സരിച്ചത്. അവിടെ നിന്ന് അദ്ദേഹം P ജിജിയാണ് പരാജയപ്പെടുത്തിക്കൊണ്ട് കുഞ്ഞാലിക്കുട്ടി വിജയം നല്ല ഭൂരിപക്ഷത്തോടുകൂടി ജയിച്ച മണ്ഡലമാണ്. ഇന്ന് അത് 2026-ലെത്തുമ്പോൾ മുഹമ്മദ് സഭ LDFൻ്റെ സ്ഥാനാർത്ഥിയായും KM ഷാജി മുസ്ലിം ലീഗിൻ്റെ കഴിഞ്ഞ പ്രാവശ്യം അഴീക്കോട് നിന്ന് തോറ്റ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി KM ഷാജിയാണ് വേങ്ങരയിൽ മത്സരിക്കാനുള്ളത്. വേങ്ങരയും മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് വലിയ അടിത്തറയുള്ള വോട്ട് ബാങ്കുള്ള ഒരു മണ്ഡലമാണ്. വള്ളിക്കുന്ന് മണ്ഡലം രൂപീകരിച്ചത് 2011-ലാണ്. 3 തെരഞ്ഞെടുപ്പുകളിലും അവിടെ നിന്ന് ജയിച്ചത് മുസ്ലിം ലീഗാണ്. 2011 KNA ഖാദറും 2016-ലും 2021-ലും അബ്ദുൽ ഹമീദ് മാസ്റ്ററാണ് അവിടെ ജയിച്ചത്. വലിയ ഭൂരിപക്ഷത്തോട് ജയിക്കുന്ന ഒരു മണ്ഡലമാണ് വള്ളിക്കുന്ന്. ഇപ്രാവശ്യം അവിടെ മത്സര രംഗത്തുള്ളത് TV ഇബ്രാഹിമാണ് അവിടെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായിട്ടുള്ളത്. CP മുസ്തഫ എന്ന് പറയുന്ന പ്രാദേശിക നേതാവിനെയാണ് LDF രംഗത്തിറക്കിയിട്ടുള്ളത്. വള്ളിക്കുന്നും മുസ്ലിം ലീഗിൻ്റെ വലിയ സ്വാധീനമുള്ള വലിയ ഭൂരിപക്ഷത്തോട് ജയിക്കുന്നൊരു മണ്ഡലത്തിൻ്റെ ലിസ്റ്റിലാണ് വള്ളിക്കുന്നും ഉള്ളത്. മറ്റൊരു മണ്ഡലം ആണ് തിരൂരങ്ങാടി. തിരൂരങ്ങാടിയിൽ ഇതുപോലെ 1957-ലാണ് രൂപീകരിച്ചത്. 1957 മുതൽ എല്ലാ തെരഞ്ഞെടുപ്പിലും മുസ്ലിം ലീഗാണ് അവിടെ വിജയിച്ചത്. 1995 മുഖ്യമന്ത്രിയായിരുന്ന K കരുണാകരൻ രാജിവെച്ചപ്പോൾ AK ആൻ്റണി മുഖ്യമന്ത്രിയാവാൻ വേണ്ടി അദ്ദേഹത്തിന് നിയമസഭാ അംഗമാകുന്നതിന് വേണ്ടി തിരഞ്ഞെടുത്ത മണ്ഡലം തിരൂരങ്ങാടിയായിരുന്നു. അപ്പോൾ AK ആൻ്റണി, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി AK ആൻ്റണി ഒരു വട്ടം തിരൂരങ്ങാടി ഒഴിച്ചാൽ ബാക്കിയെല്ലാ തെരഞ്ഞെടുപ്പിലും ലീഗ് സ്ഥാനാർത്ഥികൾ വിജയിച്ച മണ്ഡലമാണ്. 2021 തെരഞ്ഞെടുപ്പിൽ KPA മജീദാണ് അവിടെ മത്സരിച്ച് ജയിച്ചത്.
9,500 വരുന്ന ഭൂരിപക്ഷത്തിലാണ് KPM മജീദ് CPIയുടെ നിയാസ് പുളിക്കലത്തിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് നിയമസഭാ അംഗമാകുന്നത്. ഈ 2026 PMA സമീറാണ് IUMLൻ്റെ ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ഈ 2026 രംഗത്ത് വന്നിട്ടുള്ളത്. അജിത് കൊളോഡിയാണ് CPIയുടെ സ്ഥാനാർത്ഥിയായിട്ട് LDFന് വേണ്ടി രംഗത്തുള്ളത്. തിരൂരങ്ങാടിയിലും മുസ്ലിം ലീഗിൻ്റെ വലിയ അടിത്തറയുള്ള മണ്ഡലത്തിൽ മറ്റൊരു തരത്തിലുള്ള ഒരു റിസൾട്ട് രാഷ്ട്രീയ കേരളം പ്രതീക്ഷിക്കുന്നില്ല. താനൂരാണ് അടുത്ത 1957 മുതൽ രൂപീകരിച്ച മണ്ഡലമാണ് താനൂർ. CH മുഹമ്മദ് കോയ ആദ്യം MLA ആയത് താനൂരിൽ നിന്നും. 1957 MLA ആയത് CH മുഹമ്മദ് MLA ആയത് താനൂർ മണ്ഡലത്തിൽ നിന്നാണ്. അതിനുശേഷം ഉമ്മർ ബാഫക്കി തങ്ങൾ, മൊയ്തീൻകുട്ടി ഹാജി, UA ബീരാൻ, E അഹമ്മദ്, P സീതി ഹാജി ഇവരൊക്കെ ഈ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചതാണ്. സീതി ഹാജി 1991 കരുണാകരൻ മന്ത്രിസഭയിൽ ചീഫ് വിപ്പായ സമയത്ത് താനൂരിൽ നിന്നുള്ള MLA ആയിരുന്നു. ആ സമയത്ത് അദ്ദേഹം മരണപ്പെടുന്നു. താനൂർ MLA ആയി നിൽക്കുന്ന സമയത്താണ് അദ്ദേഹം മരണപ്പെടുന്നത്. 2016 V അബ്ദുറഹിമാൻ അവിടെ ഒരു അട്ടിമറി വിജയം നേടുകയാണ്. താനൂരിൻ്റെ ഒരു സ്വഭാവം മുസ്ലിം ലീഗിന് വലിയ അപ്രമാണിത്വമുള്ള ഒരു മണ്ഡലത്തിൽ LDFൻ്റെ സ്വതന്ത്രമായിട്ടുള്ള V അബ്ദുറഹിമാൻ 2014 അബ്ദുറഹിമാൻ രണ്ടാത്തണിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് അട്ടിമറി വിജയം നേടുകയാണ്. 2021 V അബ്ദുറഹിമാൻ അവിടെ മുസ്ലിം ലീഗിലെ PK ഫിറോസിനെ നേരിയ ഭൂരിപക്ഷത്തിന്, ഒരുപക്ഷെ കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷങ്ങളിൽ ഒന്നായിട്ടുള്ള ഭൂരിപക്ഷം 985 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടുകൂടി V അബ്ദുറഹിമാൻ PK ഫിറോസിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് നിയമസഭാ അംഗമാവുകയും മന്ത്രിയായിട്ട് പ്രവർത്തിക്കുന്നത്. 2026 തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാർത്താ പ്രാധാന്യം താനൂരിനുണ്ടാകാൻ കാരണം V അബ്ദുറഹിമാനായിരുന്നു ആദ്യം ലെഫ്റ്റ് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. പക്ഷേ അദ്ദേഹം അവിടെ മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കാത്തതുകൊണ്ട് മറ്റൊരു സ്ഥാനാർത്ഥിയെ അവിടെ നിർദ്ദേശിക്കുകയും മുഹമ്മദ് സമീറാണ് അവിടെ LDFൻ്റെ സ്ഥാനാർത്ഥിയെ രംഗത്ത് വന്നിട്ടുള്ളത്. PK നവാസാണ് IUML ലീഗിൻ്റെ ചെറുപ്പക്കാരനായ നേതാവ് PK നവാസാണ് അവിടുത്തെ സ്ഥാനാർത്ഥി. താനൂരും ഇതുപോലെ ഒരു അട്ടിമറി വിജയം V അബ്ദുറഹിമാനിലെ കൂടി നേടിയെന്ന് ഒഴിച്ചാൽ ബാക്കി എല്ലാ സമയങ്ങളിലും മുസ്ലിം ലീഗ് വിജയിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലമാണ്. 2026 തെരഞ്ഞെടുപ്പിൽ താനൂരിലും അട്ടിമറി വിജയം നേടാൻ ഇടതുപക്ഷത്തിന് സാധിക്കുമോ എന്നുള്ളൊരു ചോദ്യമാണ് ഇടതുപ കേന്ദ്രങ്ങളിലുള്ളത്. പക്ഷേ മുസ്ലിം ലീഗിന് വലിയ സ്വാധീനമുള്ള പ്രദേശമാണ് താനൂർ. തിരൂർ മണ്ഡലം എന്ന് പറയുന്നത് അല്പം ഇടതുപക്ഷത്തിന് ഒരു മേധാവിത്വം, മറ്റു മണ്ഡലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ അല്പം മേധാവിത്വമുള്ള ഒരു മണ്ഡലമാണ് തിരൂർ. 1957 രൂപീകരിച്ചത്. 1957 രൂപീകരിച്ച ശേഷം നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും 2006 തെരഞ്ഞെടുപ്പ് ഒഴികെ എല്ലാ തെരഞ്ഞെടുപ്പിലും ലീഗ് സ്ഥാനാർത്ഥികളാണ് വിജയിച്ചത്. 2006 അവിടെ വിജയിച്ചത് CPMലെ PP അബ്ദുള്ളക്കുട്ടിയാണ്. അതൊരു അട്ടിമറി വിജയമാണ്. അതിന് മുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ മൊയ്തീൻകുട്ടി ഹാജി, KM കുട്ടി, കുഞ്ഞിക്കുട്ടി ഹാജി, UA ബീരാൻ, ET മുഹമ്മദ് ബഷീർ എന്നിവരൊക്കെ ആയിരുന്നു തിരൂരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ. 2021 കുറുക്കോളി മൊയ്തീൻ ഗഫൂർ P ലില്ലീസിനെ 7214 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തിയിട്ടാണ് നിയമസഭാ അംഗമാകുന്നത്. ഏകദേശം 4 മുതൽ 10% വരുന്ന വോട്ട് BJPക്ക് മണ്ഡലത്തിലുണ്ട്. മറ്റ് മണ്ഡലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട്, മലപ്പുറത്തിലെ മറ്റ് മണ്ഡലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കൂടുതൽ വോട്ടുകളുള്ള ഒരു മണ്ഡലമായിട്ടാണ് തിരൂരിനെ BJP പരിഗണിക്കുന്നത്. ഈ വർഷത്തെ 2026 തെരഞ്ഞെടുപ്പിൽ തിരൂരിനുണ്ടാകുന്ന പ്രാധാന്യം വെച്ചാൽ V അബ്ദുറഹിമാൻ നേരത്തെ താനൂരിൽ വിജയിച്ചുകൊണ്ടിരുന്ന ഇടതുപക്ഷത്തിൻ്റെ V അബ്ദുറഹിമാൻ തിരൂരിൽ മത്സരിക്കാൻ തയ്യാറാവുകയും V അബ്ദുറഹിമാന് ഒരു ശുഭാപ്തി വിശ്വാസം തിരൂരിൽ നിന്ന് വിജയിച്ചു വരാൻ പറ്റുമെന്നുള്ള വിശ്വാസം V അബ്ദുറഹിമാൻ ഉണ്ടാവുകയും അതുകൊണ്ട് തന്നെ തിരൂരിൽ ഒരുപക്ഷെ 2006 PP അബ്ദുള്ളക്കുട്ടി നേടിയ പോലെയുള്ള ഒരു വിജയം, CPMന് നേടിയ വിജയം തിരൂരിൽ അബ്ദുറഹിമാനിൽ കൂടി നേടിയെടുക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന കാര്യം. കോട്ടക്കൽ മണ്ഡലം 2011 ഡീലിമിറ്റേഷന് ശേഷം, 2008 ഡീലിമിറ്റേഷന് ശേഷം 2011 മുതൽ പ്രാബല്യത്തിൽ വന്ന മണ്ഡലമാണ്. 2011, 16, 21 വർഷങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗാണ് വിജയിച്ചത്. 2021 ആബിദ് ഹുസൈൻ തങ്ങൾ 16,588 വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് LDFനെ പരാജയപ്പെടുത്തിക്കൊണ്ട് നിയമസഭാ അംഗമാകുന്നത്. 2026 തെരഞ്ഞെടുപ്പിലും ആബിദ് ഹുസൈൻ തങ്ങൾ തന്നെയാണ് IUML സ്ഥാനാർത്ഥിയായിട്ട് രംഗത്ത് വന്നിട്ടുള്ളത്. പ്രീതി എന്ന് പറയുന്ന പുതുമുഖ സ്ഥാനാർത്ഥിയെയാണ് LDF രംഗത്തിറക്കിയിരിക്കുന്നത്. കോട്ടക്കൽ മണ്ഡലത്തിന് മുമ്പുണ്ടായിരുന്ന മണ്ഡലമാണ് കുറ്റിപ്പുറം. 1987
രൂപീകരിച്ച കുറ്റിപ്പുറം മണ്ഡലം റദ്ദാക്കിക്കൊണ്ടാണ് 2011 മുതൽ കോട്ടക്കൽ മണ്ഡലം ഉണ്ടായിട്ടുള്ളത്. കോട്ടക്കലിലും ലീഗിൻ്റെ വലിയ ഭൂരിപക്ഷത്തോടുള്ള വിജയമാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഈ കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിലും നമ്മൾ കണ്ടത്. അത് ആവർത്തിക്കാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത. മറ്റൊരു മണ്ഡലമാണ് തവനൂർ മണ്ഡലം. തവനൂർ മണ്ഡലത്തിന് മലപ്പുറം ജില്ലയിൽ പ്രാധാന്യമുള്ളത് ഇടതുപക്ഷം ജയിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലം എന്നുള്ള രൂപത്തിലാണ്. പല മണ്ഡലങ്ങളും മുസ്ലിം ലീഗിൻ്റെയും ഐക്യജനാധിപത്യത്തിൻ്റെയും വലിയ സ്വാധീനമുള്ള മേഖലകളാണെങ്കിൽ തവനൂർ മണ്ഡലത്തിൽ കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിലും 2011 മണ്ഡലം രൂപീകരിച്ചത്, 11-ലും 16-ലും 21-ലും LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി KT ജലീലാണ് അവിടുന്ന് വിജയിച്ചു വരുന്നത്. 2021 ഉള്ള KT ജലീലിൻ്റെ വിജയം എന്ന് പറയുന്നത് 2564 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ജയിക്കുന്നത്. 2011 6800ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. 2016 17,000-ഓളം വരുന്ന വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. പക്ഷേ 2021 KT ജലീലിൻ്റെ ഭൂരിപക്ഷം 2564 കുറയുകയാണ് ചെയ്തത്. ഈ ഒരു പശ്ചാത്തലത്തിൽ തവനൂർ മണ്ഡലത്തിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് വിജയിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാഴ്ചപ്പാടിലാണ് ഐക്യമുന്നണി പ്രവർത്തനം സംഘടിപ്പിക്കുന്നത്. കാരണം ഗ്രാജ്വലായിട്ട് ഈ പറയുന്ന ഭൂരിപക്ഷം കുറഞ്ഞു വരുന്നു എന്നുള്ളതുകൊണ്ട് LDFൻ്റെ. അതുകൊണ്ട് 2026 LDF KT ജലീൽ തന്നെ സ്ഥാനാർത്ഥിയായി നിർത്തിക്കൊണ്ട് മണ്ഡലം നിലനിർത്താൻ പറ്റുമെന്നുള്ളതാണ് വിശ്വസിക്കുന്നത്. അവിടെ ഒരു പ്രത്യേകത, KT ജലീലിന് എതിരായിട്ട് വന്നിരിക്കുന്ന UDF സ്ഥാനാർത്ഥി, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി VS ജോയിയാണ്. ഒരുപക്ഷെ VS ജോയിയെ മലപ്പുറത്തുള്ള മറ്റേതെങ്കിലും മണ്ഡലത്തിൽ പരിഗണിക്കും എന്നുള്ളതായിരുന്നു ആദ്യം വാർത്തകൾ നിറഞ്ഞു നിന്നിരുന്നത്. പക്ഷേ VS ജോയി തവനൂർ മണ്ഡലത്തിലാണ് പരിഗണിച്ചത്. VS ജോയിക്ക് മണ്ഡലത്തിൽ അത്രമാത്രം ചലനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെന്നത് തന്നെ അറിയേണ്ട കാര്യമാണ്. KT ജലീൽ ആ മണ്ഡലത്തിൽ വലിയ സ്വാധീനമുള്ള, വളരെ പരിചയമുള്ള ഒരു ജനപ്രതി എന്ന രൂപത്തിൽ മണ്ഡലം നിലനിർത്താൻ സാധിക്കും എന്നുള്ള വിശ്വാസത്തിലാണ് ഇടതുപക്ഷം പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നത്. പൊന്നാനിയാണ് മറ്റൊരു മണ്ഡലം. മലപ്പുറം ജില്ലയിൽ ഒരുപക്ഷെ ഇടതുപക്ഷം വിജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമാണ് പൊന്നാനി. തൃശ്ശൂർ ജില്ലയുടെ തൊട്ടടുത്ത് കിടക്കുന്ന പൊന്നാനി മണ്ഡലത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരാണ് പലപ്പോഴും ജയിച്ചത്. അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും ജയിച്ചിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ K ശ്രീധരൻ, EK ഇമ്പിച്ചി ബാവ, പാലോളി മുഹമ്മദ് കുട്ടി, P ശ്രീരാമകൃഷ്ണൻ, ഇവരൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPMൻ്റെ നേതാക്കൾ അവിടുന്ന് ജയിച്ചു വന്നവരാണ്. അതുപോലെ കോൺഗ്രസിൻ്റെ നേതാക്കളായ MB ഗംഗാധരൻ, PT മോഹനകൃഷ്ണൻ, ഇവരും പൊന്നാനി മണ്ഡലത്തിൽ ജയിച്ചതാണ്. പൊന്നാനിയിൽ കാലാകാലങ്ങളായിട്ട് എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ പ്രത്യേകിച്ചും 2006 ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ LDFന് വലിയ ആഭിമുഖ്യം, മേധാവിത്വം ഉണ്ടാകുന്ന ഒരു മണ്ഡലമാണ്. അതുകൊണ്ട് 2001 തെരഞ്ഞെടുപ്പ് ഒഴികെ തുടർച്ചയായിട്ട് 1991 മുതൽ തുടർച്ചയായിട്ട് LDF ആണ് ഇവിടെ വിജയിക്കുന്നത്. 2001 മാത്രമാണ് ഒരു പരാജയം സംഭവിക്കുന്നത്. അതുകൊണ്ട് 1991 മുതൽ പൊന്നാനി മണ്ഡലത്തെ നമ്മൾ വിലയിരുത്തി കഴിഞ്ഞാൽ LDFന് അനുകൂലമായ ഒരു മണ്ഡലമാണ്. 2021 P നന്ദകുമാറാണ് അവിടുന്ന് വിജയിച്ചത്. P നന്ദകുമാർ 17,043 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് കോൺഗ്രസിലെ AM രോഹിത്തിനെ പരാജയപ്പെടുത്തുന്നത്. AM രോഹിത്തിനെ പരാജയപ്പെടുത്തുന്നു. ഇക്കുറി 2026 പുതിയ സ്ഥാനാർത്ഥികളാണ് രംഗത്ത് വന്നത്. CPMൻ്റെ MK സക്കീർ, പൊന്നാനിക്കാരനായുള്ള MK സക്കീർ, നേരത്തെ PSCയുടെ ചെയർമാനൊക്കെ ആയിരുന്നുള്ള സക്കീറാണ് അവിടുത്തെ സ്ഥാനാർത്ഥി. സക്കീറും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി നൗഷാദ് അലിയുമാണ് ഏറ്റുമുട്ടുന്നത്. സ്വാഭാവികമായിട്ടും പൊന്നാനി ഇടതുപക്ഷ 1991 മുതൽ കാണിച്ചു വരുന്ന ഇടതുപക്ഷ ആഭിമുഖ്യം ഇക്കുറിയും നിലനിർത്തും എന്നുള്ള വിശ്വാസം തന്നെയാണ് ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗത്തുനിന്നുള്ളത്. മലപ്പുറം ജില്ലയിൽ ഇടതുപക്ഷത്തിന് കിട്ടാവുന്ന ഒരു ഉറച്ച മണ്ഡലമായിട്ട് പൊന്നാനിയെ അവർ ഇപ്പോഴും പരിഗണിക്കുന്നുണ്ട്. 2021 തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ പിന്നീട് UDFന് കിട്ടി. അതുകൊണ്ട് 2021 ശേഷം LDFന് 3 മണ്ഡലവും UDFന് 13 മണ്ഡലവുമുള്ള ജില്ലയാണ് മലപ്പുറം. അതുകൊണ്ട് കേരളത്തിലെ UDFന് ഏറ്റവും കൂടുതൽ നിയമസഭാ അംഗങ്ങളെ നൽകുന്ന ഒരു ജില്ലയായ മലപ്പുറത്ത് 13-3 എന്ന് പറയുന്ന ഈ ഒരു കോമ്പിനേഷനിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാകാതെ ഇതേപോലെ നിലനിർത്താനാണ് ഏറ്റവും കൂടുതൽ സാധ്യത എന്നാണ് ഇന്നത്തെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം വിലയിരുത്തുമ്പോൾ നമുക്ക് വിലയിരുത്താൻ പറ്റുക.